இவனை பிடிக்கணும். இப்படி தூக்கி போடுறோம். புரியுதா? ഓക്കെ അല്ലേ സാർ? ടേക്ക് പോയാലോ സാർ? ഓക്കെ മാസ്റ്റർ. നമുക്ക് ഇതിന്റെ ഒരു മൂവ്മെന്റ് ടോപ്പ് പോയി നന്നായിരിക്കും. ക്യൂ ഞാൻ അവിടെ നിന്ന് തരാം. മാസ്റ്റർ റെഡി അല്ലേ? റെഡി സാർ. പ്രിൻസ് റെഡി? റോൾ ക്യാമറ. റോളിംഗ് ആക്ഷൻ. ട്രെയിൻ അപ്പ്. Got it. മാസ്റ്റർ ഓക്കെ അല്ലേ? ഓക്കെ. റോമസ് അല്ലായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കേടാ. പ്രിൻസേ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. വേറെ ഷോട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, കാണാം. പാക്കപ്പ്. ഓക്കെ, അടുത്ത നിങ്ങൾ തന്നെ വന്നേക്ക്, ഞാൻ പറഞ്ഞേക്കാം. അടുത്ത സ്കെഡ്യൂൾ കാണാം സാർ. എടാ, മൂർത്തിയാണ് ആളെ കുറിച്ച് പറഞ്ഞത്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം, എന്തെങ്കിലും പോംവഴി. ശരി. സൈക്കോളജിയിൽ എൻ്റെ പ്രൊഫസറായിരുന്നു ഡോക്ടർ മാത്യു സാർ. ബിലീവ് ഇൻ യു എന്ന് പറയുന്നത് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അവർക്കങ്ങനെ ഒരു റിലീജിയനുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് വെച്ച് ഒരു വിശ്വാസത്തിന് അവരെതിരുമല്ല. ഇൻഫാക്ട് ഓരോ റിലീജിയൻ്റെയും ഹിഡൻ സയൻസും അവർക്ക് വിഷയമാണ്. ഈ ബിലീവ് ഇൻ യു എന്ന കൂട്ടായ്മ തുടങ്ങിയത് മാത്യു സാറാണ്. ഓ, അത്ര ഉള്ള. ഞാൻ വിചാരിച്ചു ഏതോ വലിയ മന്ത്രവാദിനെ കാണാനായിരിക്കുന്നു. മൂർത്തി, നമുക്ക് പോവാം. പുറത്തു മാത്രമല്ല, അന്ധവിശ്വാസം നമ്മുടെ ഉള്ളിലുമുണ്ട്. അതിൽ പലതും ഈ റിലീജിയന്റെ കെയർ ഓഫിൽ വന്നുകൂടിയതാണ്. അതിൻ്റെ ദുരന്തം ഞാനും ഒന്ന് അനുഭവിച്ചു. ചിലരുമായിട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒന്ന് തർക്കിച്ചു. സ്വർഗം കണ്ടില്ല, പക്ഷെ നരകം കാണിച്ചു തന്നു. അതിൻ്റെ അത്യാവശ്യം ചില ഓർമ്മകൾ ശരീരത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്തിനാ അവരെ പറയണേ? സ്വർഗവും നരകവും ഒക്കെ ഒരു തോന്നലാന്ന് പറഞ്ഞാൽ ഇവള് സമ്മതിക്കില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞാലേ ഉള്ളതില്ലാതാവോ? വിശ്വാസമില്ലാത്തൊരു വിശ്വസിക്കണ്ട അല്ലേ? ഈ അമ്മ എങ്ങനെയാ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ആരെയും പേടിപ്പിക്കാൻ അന്ധവിശ്വാസം പോലെ വേറൊരു ടൂളില്ല. ചിലപ്പോഴത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. അതിനുള്ള ഏക പോംവഴി മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. മാറി ചിന്തിക്കുക എന്ന് വെച്ചാൽ എന്താ അങ്കിൾ? കർക്കിടക മാസം, തമിഴിൽ ആടി മാസം, ഒരു കാര്യവുമില്ലാതെ കുറേ ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മാസം. പന്നമാസം, പഞ്ഞമാസം, മൂദേവി മാസം, അങ്ങനെ പലതും. ഈ ആണിമാസത്തിൽ പൊതുവേ കച്ചവടം കുറവായിരിക്കും. അങ്ങനെ ഈ കച്ചവടക്കാര് ആടിയെ പഴിച്ചും കരഞ്ഞും ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം മാറി ചിന്തിച്ചു. അയാൾ എന്ത് ചെയ്തു? കടയുടെ മുന്നിൽ പുതിയൊരു ബോർഡ് തൂക്കി. ആടി ഡിസ്കൗണ്ട് സെയിൽ, കർക്കിടക തള്ളുപടി, കർക്കിടക കിഴിവ്, കർക്കിടക സ്പെഷ്യൽ ഡിസ്കൗണ്ട്.
ഇങ്ങനെ ആകെ ടേൺ ഓവറിന്റെ 25% ഇപ്പൊ കർക്കിടത്തിൽ നിന്നായി. മൂദേവി മാസം, അങ്ങനെ ശ്രീദേവി മാസമായി. ഒരാൾ മാറി ചിന്തിച്ചപ്പോ അതിന്റെ ഗുണം ഒരുപാട് പേർക്ക് കിട്ടി. മഹാത്മജി നോൺ വയലൻസ്, അഹിംസ എന്ന വാദം ഉയർത്തി കാണിച്ചപ്പോ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു മുഖമുണ്ടാക്കി. മാറി ചിന്തിച്ചപ്പോൾ EMS വിപ്ലവകാരിയായി. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം. അതിനാണ് ബിലീവ് ഇൻ യു. നന്നായിട്ട് സാർ. ഇതിനു മുമ്പ് കേൾക്കാത്തത് കേട്ടപ്പോൾ ഒരു ഫ്രഷ്നസ് തോന്നി. താങ്ക് യു സാർ. സാറേ വളരെ നന്നായിരുന്നു. ഭംഗി വാക്ക് പറയല്ല. നല്ല ക്ലാസ് ആയിരുന്നു അല്ലേ? നമുക്ക് ഇനിയും വരാം. നിനക്ക് എന്ത് തോന്നി? എടി ഇടയ്ക്കിടയ്ക്ക് നീ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പൊ അതിന്റെ പേടിപ്പിക്കലൊക്കെ അങ്ങ് മാറും. എന്നെ കൂടി ഉദ്ദേശം കേട്ടോ. മൂർത്തി എന്നോട് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അസ്ട്രോളജി സയൻസ് ആണെന്നാണല്ലോ പറയുന്നത്. ഏത് സയൻസിനും തെറ്റും ശരിയും ഉണ്ടാവാം, അല്ലേ? അയാൾ പറഞ്ഞത് പലതും ശരിയായിരുന്നു സർ. മരണം സംഭവിക്കുന്നതിനുള്ള കാരണം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഡോക്ടേഴ്സിന് നമ്മളെ സഹായിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ആശ്രയിക്കുന്നത് വിശ്വാസങ്ങളെ, ദൈവത്തെ, അതിനെല്ലാം കഴിഞ്ഞേക്കാം. ബിയോണ്ട് ദാറ്റ് പ്രകൃതി അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ മനുഷ്യനെ അനുവദിക്കാറില്ല. അത് സയൻസും സമ്മതിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ലോ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഭൗതിക ശാസ്ത്രജ്ഞർ ഇതിനെ സിസ്റ്റം ഓഫ് എൻട്രോപ്പി എന്നാണ് പറയുക. ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്നൊക്കെ പറയുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത രഹസ്യങ്ങളെ കുറിച്ചാവും. ഈ വിധി, ഫെയ്റ്റ് എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. ഞാൻ വിവാഹം കഴിക്കുന്നതാണ് കാരണമെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട സാർ. അവള് ജീവനോടെ ഇരുന്നാ മതി. മിഥുൻ, അക്ബർ ചക്രവർത്തി ഒരിക്കൽ ബീർബലിനോട് പറഞ്ഞു, നോക്കൂ ബീർബൽ, ആ വെളുത്ത ചുവരിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതിയിടണം. ഒരു നിബന്ധന, സന്തോഷിച്ചിരിക്കുന്നവർക്കത് വായിക്കുമ്പോൾ ദുഃഖവും, ദുഃഖിച്ചിരിക്കുന്നവർക്കത് കാണുമ്പോൾ വായിക്കുമ്പോൾ സന്തോഷവും തോന്നും. അധികം സമയമൊന്നും എടുത്തില്ല. ബീർബൽ അവിടെ ചെന്ന് ആ ചുവരിൽ എന്തോ എഴുതി. അതിങ്ങനെയായിരുന്നു: ഈ നേരവും കടന്നു പോകും. നമുക്ക് നാളെ രാവിലെ ഇതേ സ്ഥലത്ത് നമുക്കെല്ലാവർക്കും കൂടെ ഒന്നുകൂടെ മീറ്റ് ചെയ്യാം. ഓക്കെ സാർ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ, നിങ്ങളെ സാറ് വിളിക്കുന്നു.
ഞാനൊരു അമാനുഷികനല്ല, ഗോഡ്മാനുമല്ല. പക്ഷേ ചില വിഷയങ്ങൾ ആഴത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരും. മിഥുന്റെ കാര്യം ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു. പുലർച്ചെ എപ്പോഴും മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം. കേൾക്കുമ്പോൾ വട്ടാൻ തോന്നാം. എന്താണ് ഇതിന്റെ ലോജിക്? ഇത് പ്രാക്ടിക്കലോ? ഇതൊക്കെ നടക്കും എന്നൊക്കെ ചോദിച്ചാൽ എന്റെ കയ്യിൽ ഉത്തരവില്ല. കേട്ടിട്ട് തള്ളാനും കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം ഇതിനുണ്ട്. തോന്നിയത് ഇതാണ്: ഒരു 3 പേരുടെ ജീവൻ മിഥുനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിക്ക് ആ കുട്ടിയോട് കരുണ തോന്നിയേക്കാം. എന്ത് തമാശയെ 3 പേരുടെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞ വെറും ജലദോഷം വന്നാൽ മാറ്റാൻ നമുക്കറിയാമോ? എന്നിട്ടാ 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ പോണേ. ചാകാൻ പോകുന്നവരെ എവിടുന്ന് കണ്ടുപിടിക്കാന്? എന്നിട്ടല്ലേ ജീവൻ രക്ഷിക്കാൻ. നേരാ വണ്ണം വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ആംബുലൻസ് ഓടിച്ചെങ്കിലും 3-4 പേരുടെ ജീവൻ രക്ഷിക്കാൻ. ഇത് ഉമ്മ അതും അറിയത്തില്ല. എടാ, നീ ജീവിതത്തിൽ എന്തേലും ഒരു കാര്യം പോസിറ്റീവായി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നടക്കാത്ത കാര്യത്തിന് എന്ത് പോസിറ്റീവ് പറയാനാ? നടക്കും. മാത്യു സാറ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. നീന്താൻ അറിയാത്ത നീ എന്തിനാ ചാടിയ? അവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇരിക്കണ കണ്ടില്ലേ? ആ വട്ടം പ്രൊഫസർ പറയുന്നത് കേട്ട് ഒടുക്കത്തെ ആവേശം കയറി റിസ്ക് എടുത്താ. ഞാൻ റിസ്ക് എടുക്കും. ഇന്നലെ അവൻ കാണിച്ചത് തീരെ ശരിയായില്ല. ഇനി ഇതുപോലെ
ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങൾ അവൻ കാണിച്ച എനിക്ക് അത് ആലോചിക്കുമ്പോഴാ ടെൻഷൻ. അവൻ എങ്ങനെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും? എടി എന്നെ ഷോട്ടിന് വിളിക്കുന്ന, ഞാൻ പിന്നെ വിളിക്കാം. എടാ എടാ പറ. ഈ 42 42 ഡിസ്ചാർജ് ആയി. ബാക്കി ശിവരാമകൃഷ്ണൻ ഡോക്ടർ മേലുണ്ട്. ഹായ്. വെട്ടിയവൻ ഡോക്ടറുടെ ലവറായിരുന്നു. ആളുടെ സ്വഭാവം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ വരെ പ്രപ്പോസൽ കൊണ്ടുവന്നു. ആ ഒരു ദേഷ്യം തീർത്താണ് ആള്. ആ കുട്ടി സേഫാണല്ലോ അല്ലേ? ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സറ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് വിധിയാണെങ്കിൽ നടക്കേണ്ടതാണെങ്കിൽ നടക്കും.